ഹായ് ഹലോ അസ്സാം വലൈക്കും. കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പഫ് സ്ലീവ് മാത്രമാണ് കാണിച്ചത്. ഇത് ആ ഫ്രോക്കിൻ്റെ ഫുൾ വീഡിയോ ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്രേപ്പും കോട്ടനും ജിമ്മിച്ചുവിൻ്റെ മെറ്റീരിയലും അതിക്കൊരു ലേസുമാണ്. അത് എത്രയൊക്കെയാണ് യൂസ് ചെയ്തത് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. 2.5 മീറ്റർ കോട്ടനും 2.5 മീറ്റർ ക്രേപ്പും 4.5 മീറ്റർ ജിമ്മിച്ചുവിൻ്റെ മെറ്റീരിയലും 1/2 മീറ്റർ ലേസും പിന്നെ കുറച്ച് ബീഡ്സും ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പേപ്പറിൽ ഇതിൻ്റെ ബോഡി കട്ട് ചെയ്തെടുത്ത് ബോഡീൻ്റെ അളവൊക്കെ ഞാനിതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം വീഡിയോ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് കേട്ടോ. ആദ്യം തന്നെ കോട്ടൻ്റെ ലൈനിങ്ങിലാണ് ഇത് നേരെ വെച്ചിട്ട് വെട്ടുക. അപ്പം കോട്ടൻ്റെ ലൈനിങ് നേരെ രണ്ടായിട്ട് ഞാൻ മടക്കിയിടുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു ഭാഗത്ത് നല്ല ഫോൾഡഡ് സൈഡിൽ ഫ്രണ്ടും മറ്റേ ഓപ്പണായി നിൽക്കുന്ന സൈഡിൽ ബാക്കുമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 1 ഇഞ്ച് ആദ്യം വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് സിബ് വെക്കാനുള്ള സ്പേസാണ്. അത് നമുക്ക് ആദ്യം ഉള്ളിലേക്ക് മറിച്ചടിച്ചിട്ട് പിന്നെ സിബ് വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പം ആദ്യം ആ ഭാഗത്ത് ബാക്ക് വരച്ച് ഈ പേപ്പർ വെച്ച് വരച്ച്, ഈ പേപ്പറിൽ കട്ട് ചെയ്യണമെന്ന് എന്താ വെച്ചാൽ പാറ്റേൺ കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുണിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാനും. അങ്ങനെ ബാക്ക് ആദ്യം വരച്ച് വെട്ടിയിട്ട് പിന്നെ നേരെ തല തിരിച്ച് വെച്ചിട്ടാണ് ഫ്രണ്ട് വെട്ടുന്നത് കേട്ടോ. അതിൽ തന്നെ പീസ് പോകാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ കൈക്കുയിൻ്റെ അവിടെ ലേശം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കഴിയണതാണ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടും ബാക്കും കോട്ടണിൽ ഞാൻ കറക്റ്റാക്കിയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഷോൾഡറിൽ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് അതേപോലെ തന്നെ 1 ഇഞ്ച് വിട്ടിട്ടുമുണ്ട് കേട്ടോ ബാക്ക്. പിന്നെ നേരെ ക്രേപ്പ് മടക്കിയിട്ട് ക്രേപ്പ് 2ആയി മടക്കിയിട്ട് പിന്നെ 4ആയി മടക്കുകയാണ് ചെയ്യുന്നത്. 4ആയി മടക്കും മുന്നേ ഫോൾഡഡ് സൈഡിലേക്ക് 1 ഇഞ്ച് അതേപോലെ വരച്ചു കൊടുത്തിട്ട് ആ 1 ഇഞ്ച് പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കോട്ടനും ക്രേപ്പും തമ്മിൽ തുണിക്ക് വ്യത്യാസമുണ്ട് നീളത്തിലിട്ടോ, ലെങ്ത്തിൽ, വീതിയിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രേപ്പുമ്മൽ ഇങ്ങനെ കിട്ടിയത്, കോട്ടനിൽ അങ്ങനെ കിട്ടാഞ്ഞത്. അപ്പം രണ്ടും ഒപ്പം തന്നെ വെച്ച് നമുക്ക് ക്രേപ്പ് വെട്ടാൻ കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ നോക്കുന്നത് ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ലൂസാണ്. അടിഭാഗം എത്രയാണോ, ഇത് വേസ്റ്റ് റൗണ്ട് എത്രയാണോ കൊടുത്തത് വെച്ചാൽ അതെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നോക്കുന്നത്. ഇതിൽ ജിമ്മിച്ചുവിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ചെറുക്കാണ് കേട്ടോ ഞങ്ങൾക്ക് കാട്ടിയിരുന്നത്. അത് നല്ല മിനുക്കി സിൽക്കി ആയിട്ടുള്ള തുണിയാണ്. അത് ആദ്യം 2ആയിട്ട് മടക്കി വെച്ചിട്ട് പിന്നെ അതേപോലെ ക്രേപ്പ് ചെയ്ത പോലെ തന്നെ 4ആയിട്ട് മടക്കി വെക്കുക. 1 ഇഞ്ച് സൈഡിൽ വിട്ടിട്ട് പിന്നെ ഇത് കറക്റ്റായിട്ട് വെട്ടണമെന്നില്ല കേട്ടോ. ഒന്നാണ്ട് ജസ്റ്റ് വരച്ചിട്ട് ഒന്നാണ്ട് വെട്ടിയെടുക്കണുള്ളൂ. നല്ല കറക്റ്റായിട്ട് വെട്ടിയിട്ടില്ല, കുറച്ചൊക്കെ ലൂസിലിട്ടിട്ടാണ് വെട്ടിയിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് അതിന് അടിക്കുമ്പോൾ നമ്മൾ വെട്ടി ഷേപ്പ് ചെയ്തെടുക്കുക ചെയ്യുക. പിന്നെ വെട്ടണത് ഇത് അടിഭാഗം നമ്മൾ അളവെടുത്തല്ലോ, സ്കേർട്ട് ഭാഗത്തിൻ്റെതാണ് കേട്ടോ വെട്ടണത്. ഇതാദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ആ സ്കേർട്ടിൻ്റെ അളവെടുത്ത ഭാഗത്ത് വരുന്ന ആ അളവ് കറക്റ്റാക്കിയിട്ട് നമ്മൾ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ തുണി. എന്നിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീഡിയോ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ പിൻ ചെയ്ത് കൊടുത്തിട്ട് 4 മടക്കാക്കിയിട്ട് പിൻ ചെയ്തിട്ട് കൊടുത്ത് നമ്മൾ അതിൻ്റെ 4-ൽ1 ഭാഗം എത്രയാണോ അതാണ് കേട്ടോ അളന്ന് കൊടുക്കുന്നത്. അത് റൗണ്ടിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അവിടെ റൗണ്ടിൽ കൊടുക്കണം. ഇത് ബ്ലറായത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ വീഡിയോ, അതുകൊണ്ടാണ് ഇത് ശരിക്കും അറിയാത്തത്. പിന്നെ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അത് നേരെ അടിഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയെടുത്ത് ഏപ്പ് വരുമല്ലേ എന്നുള്ളതൊക്കെ നോക്കി. ഏപ്പ് വരില്ല. എന്നിട്ട് പിന്നെ അത് കണക്കാക്കിയിട്ട് നമ്മൾ നേരെടുത്ത് ചെയ്തിട്ട് നെറൂന്ന് എത്രയാണോ കൂട്ടിയത് അതുകൂടി കൂട്ടിയിട്ട് എത്ര വരിക നോക്കിയിട്ട് കറക്റ്റായിട്ട് നെറുഭാഗത്ത് ടേപ്പിനെ കുത്തി പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ചോക്ക് ആ അളവുമ്മൽ കൃത്യമായി പിടിച്ചിട്ട് കൈ കൊണ്ട് അങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. പതുക്കെ തുണി നീങ്ങാത്ത കോലത്തിൽ പതുക്കെ നമ്മൾ വരച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഒരു ഭാഗത്തുനിന്ന് തുണി നീങ്ങിയപ്പോൾ ഞാൻ പിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാണ് കേട്ടോ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഫുള്ളി കംപ്ലീറ്റ് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് സ്കേർട്ട് ഭാഗം കേട്ടോ. അങ്ങനെ ഡബിൾ അംബ്രല്ലയിലാണ് സ്കേർട്ട് വെട്ടിയിട്ടുള്ളത് കേട്ടോ. അതും വീതി എന്ന് ചോദിച്ചാൽ എങ്ങനെ ചോദിച്ചാൽ ഇത് ഇവിടെ നമ്മൾ ഫ്രില്ലിടാനുള്ളതും കൂടി, അതായത് താഴ്ഭാഗത്ത് വന്ന ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വന്നത് 8 ഇഞ്ചാണെങ്കിൽ ആ 8-ൻ്റെ 3 8 16 32 അങ്ങനെ ഇരട്ടി കൂട്ടിയിട്ടാണ് എടുത്തത്. കാരണം അതിൽ ഞെറിവൂടി ഇടാൻ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ബുക്ക് കയറ്റി വെച്ചത് ഈ തുണി നന്നായിട്ട് സിൽക്കായി നീങ്ങണ തുണി ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് ബുക്ക് കനത്തിന് വേണ്ടിയിട്ട് കയറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ കുടുങ്ങിയിട്ട് പിന്നെ ഊരി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ഇത് അരഭാഗം ഞൊറിവിടാനും കൂടി കണ്ടിട്ടുള്ള ലൂസാണ് നമ്മൾ ഏറെ വെട്ടിയിട്ടുണ്ട്. കാരണം അമ്പർല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞെറിവിട്ടിട്ടാണ് അമ്പർല തന്നെ ഞെറിവിട്ടിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 4.5 മീറ്റർ തുണി തന്നെ ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്തത് കൈയാണ്. കൈയിൻ്റെ ആം ഹോൾ വരുന്നത് 6.5 ഇഞ്ചാണ്. അതിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അങ്ങനെ ആ ആം ഹോളിന് കണക്കാക്കിയിട്ട് ഞാനൊരു കൈ സ്ലീവിൻ്റെ പാറ്റേൺ വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ടാണ് കൈ വെട്ടുന്നത്. കൈ പഫ് സ്ലീവാണ്. അപ്പോൾ ആദ്യം ചെയ്തത് ക്രേപ്പിൻ്റെ തുണി 4ആയിട്ട് മടക്കിയിട്ട് 2 ഭാഗം നേരെ പിന്നെ ഇങ്ങോട്ടും അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് 10 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുകയാണ് ആദ്യം കൈക്ക്. സാധാ കൈയിനേക്കാളും പഫിനും വേണ്ടിയിട്ട് ആദ്യം ഇത് കറക്റ്റായി നമ്മൾ നേരെ ലൈനാക്കി വരച്ചു കൊടുക്കണം കേട്ടോ. അതിന് ചെറിയ വളവൊക്കെ ഉണ്ട് അതിന് തുണിക്ക്. അപ്പോൾ കറക്റ്റാക്കി വരച്ചു കൊടുത്തിട്ട് 10 ഇഞ്ച് എക്സ്ട്രാ വെച്ച് കൊടുക്കേണ്ടി ഈ തുണിക്ക്. 10 ഇഞ്ച് ഇതാണ് കേട്ടോ, ഈ അടയാളപ്പെടുത്തുന്നതാണ് 10 ഇഞ്ച്. എന്നിട്ട് ആ 10 ഇഞ്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു വര ഇട്ടിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്ലീവ് ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആ കറക്റ്റ് ആ സ്ലീവിനെ പോലെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക. പാറ്റേൺ കട്ട് ചെയ്തെടുത്താലുള്ളൊരു സുഖം ഇതാണ് കേട്ടോ. നമുക്ക് പിന്നെ ആ പാറ്റേൺ വെച്ച് ഇങ്ങനെ അളവെടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആ പാറ്റേൺ വെച്ച് വെട്ടിയാൽ മതി. പിന്നെ ഇത് നേരെ ആ 10 ഇഞ്ചൊക്കെ കറക്റ്റായി നമ്മൾ വരച്ചെടുത്തിട്ട് 2.25 ഇഞ്ച് അവിടുന്ന് നെറൂക്ക് മാർക്ക് ചെയ്യുക. വീതി നെറൂക്ക് മാർക്ക് ചെയ്തിട്ട് ഈ കൈ വെച്ച് വരച്ച സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് ഇത് ഷേപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക കേട്ടോ. നമ്മൾ വേണ്ടിയത് ഇതേപോലെ ഈ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നന്നായി മനസ്സിലാവും. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നടുഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ ജിമിച്ചുവിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഇതേപോലെ തന്നെ 4ആയി മടക്കിയിടുക കേട്ടോ ചെയ്യണത്. ഈ മെറ്റീരിയൽ നമ്മൾ വരക്കുമ്പോൾ ഒഴുകി പോകണോണ്ട് ഞാൻ ആദ്യം അത് ഈ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മെറ്റീരിയലിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ കറക്റ്റാക്കി പിടിച്ചിട്ട് ഫുള്ള് പിൻ ചെയ്തിട്ട് നമ്മൾ വെട്ടിയ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെട്ടിയില്ലേ ആ തുണി വെക്കുക കേട്ടോ. ഇത് ഞാൻ നേരെ മറിച്ചിട്ടത് അടിഭാഗത്ത് ലേശം തുണി പോരായി വന്നുകൊണ്ടാണ് തിരിച്ചിട്ടത് കേട്ടോ. കൈക്കുഴി ഭാഗം വരുമ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മെയിൻ മെറ്റീരിയൽ വെട്ടുമ്പോഴും 5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഫായിട്ട് നന്നായി കിട്ടാനാണ്. എന്നിട്ട് 5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് വരച്ചിട്ട് കനത്തിന് വേണ്ടി ബുക്ക് നീങ്ങാതെക്കാൻ വേണ്ടി ഇവിടെയും പുസ്തകം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെട്ടിയിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. അതേപോലെ ഇപ്പോൾ ക്രേപ്പ് വെട്ടി. ഇനി കോട്ടൻ്റെ ലൈനിങ് ആണ് വെട്ടേണ്ടത്. കോട്ടൻ്റെ ലൈനിങ് പിന്നെ നമ്മൾ അത്ര ഞെറിവിടാൻ വെക്കണമല്ലോ കേട്ടോ. സാധാ കയ്യിൻ്റെ ഇതിൽ ക്രേപ്പ് വെട്ടിയതിൻ്റെ അത്ര വീതി എടുത്തണ്. പിന്നെ കൈ ചെറുത് വെച്ചിട്ട് ആ വീതിക്ക് കണക്കാക്കിയിട്ടാണ് വരച്ചെടുത്തിട്ട് അത് വെട്ടിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. ഇത് ഞാൻ സ്പീഡിലിട്ടതാണ് കേട്ടോ. ഇത്ര സ്പീഡിലൊന്നല്ല ചെയ്യണത്. പിന്നെ ബാക്കിലൊരു കെട്ടിനും വേണ്ടിയിട്ടുള്ള ഇതാണ് വെട്ടിക്കൊണ്ട് വെക്കണം കേട്ടോ. കെട്ട് വെക്കാൻ ബാക്കിൽ നമുക്കൊരു ടൈ കൊടുക്കുമല്ലോ അതിനും വേണ്ടിയിട്ടുള്ള തുണിയാണ്. നന്നായി പിൻ ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ അതും വെട്ടണേ. അതിൻ്റെ വീതി നമ്മളെടുത്തത് 2.5 ഇഞ്ചാണ്. അപ്പോൾ അടിച്ച് വരുമ്പോൾ 1.5 ഇഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ. 1.5 ഇഞ്ച് അവിടെ എടുത്ത് പോകും. പിന്നെ ഇതിൽ അടയാളപ്പെടുത്തിയത് നെക്കാണ്. നെക്കിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ചും വിഡ്ത്ത് 2.5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്ക് നെക്ക് 1.5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിതിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് പറയണത് വോയിസിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഞാൻ അളവുകളൊക്കെ അത്യാവശ്യം ഇതിൽ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട്. ആദ്യം ഇത് കറക്റ്റാക്കി ലൈനിങ് വെച്ചിട്ട് കോട്ടൻ്റെ ലൈനിങ് ആട്ടോ വെട്ടണുള്ളൂ, ബാക്കിയൊന്നും വെട്ടൂല. ആദ്യം ബാക്ക് നെക്ക് രണ്ടും പിടിച്ചിട്ട് വെട്ടുക. എന്നിട്ട് ആ ഇത് വെച്ചിട്ടല്ല നമ്മൾ സിബിനും വേണ്ടിയിട്ടുള്ള ആ 1 ഇഞ്ചിൽ അവിടെ ഒരു ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്രണ്ട് നെക്കും വെട്ടിയെടുക്കുക. ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ച് എടുത്തത് പിന്നെ അത് മാത്രം വെച്ചിട്ട് ഒന്ന് വെട്ടിയെടുക്കുക. കൈക്കുഴി പിന്നെ ഒരല്പം കുഴിച്ചെടുക്കുന്നുണ്ട് ഫ്രണ്ടിൻ്റെ, അതിൽ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ക്രേപ്പ് ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ നെറുവിൽ നല്ല ഭാഗം മുകളിലോട്ടാക്കിയിട്ട് മെയിൻ ക്ലോത്ത് വെക്കുക. ആദ്യം ഇതിനൊക്കെ ഒന്ന് നോച്ചിട്ട് കൊടുക്കണം കേട്ടോ നടുഭാഗത്ത്. എന്നിട്ട് രണ്ടിൻ്റെ നടുഭാഗം കറക്റ്റാക്കിയിട്ട് വെക്കുക. ക്രേപ്പിന് ഇത് മെയിൻ മെറ്റീരിയൽ വെച്ചത് നല്ല ഭാഗം നെറുവിലേക്കായിട്ട് വരുന്ന കേട്ടോ. അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. നല്ല ഭാഗത്തിൻ്റെ നെറുവിൽ ഇതിൻ്റെ നല്ല ഭാഗം, പിന്നെ അതേപോലെ അതിൻ്റെ നെറുവിൽ കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ട് നമ്മളത് ആ നെക്കിൻ്റെ ആ ഭാഗം ഫിനിഷ് ചെയ്ത് അടിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് അതിൽ കാണിച്ചിട്ട്. അതേപോലെ തന്നെ ബാക്ക് ഭാഗം സെയിം പറഞ്ഞ മെത്തേഡിൽ തന്നെ വെക്കുക. നല്ല ഭാഗം നെറുക്കാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ കോട്ടൻ്റെ ലൈനിങ് വെക്കുക കേട്ടോ. കോട്ടൺ മേൽ നമ്മൾ നെക്ക് വെട്ടിയിട്ടുണ്ട്. ഇത് അതേപോലെ രണ്ട് ഭാഗവും ഇതിൽ ശ്രദ്ധിക്കേണ്ടത്
നമ്മളിത് സ്റ്റിച്ച് ചെയ്യണ നേരത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്യണ നേരത്ത് തന്നെ അത് നേരെ ഇറക്കിയിട്ട് താഴത്തേക്ക് സിബിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകാൻ, ചെറിയ മക്കൾക്കുള്ള ഡ്രസ്സാകുമ്പോൾ അത് നമുക്ക് കുത്താതെക്കാൻ കേട്ടോ. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടോ, ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്ത് ഒരു വലിയ സ്റ്റിച്ചിൽ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തത്, കാരണം അത് ഞാൻ കഴിച്ചിടും പിന്നെ കേട്ടോ. അതേപോലെ ആദ്യം ഇത് ചെയ്യണ സമയത്ത് പ്രസ് അടിയും കൊടുക്കണം കേട്ടോ. പിന്നെ ചെയ്യണത് നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ഈ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. നന്നായി വീഡിയോ ശ്രദ്ധിച്ചാൽ അതെങ്ങനെയാണെന്ന് കാണിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല ഭാഗം തുണിയുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗം മറ്റേൻ്റെ നല്ല ഭാഗം തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ട് മേലെ ഇത് വരുന്ന കോലത്തിലിട്ടോ വെക്കുക. എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഈ വീഡിയോയിൽ നന്നായി ശരിക്കും നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. ബാക്ക് ഭാഗത്തിൻ്റെ ഉൾഭാഗത്തേക്ക് നല്ല ഭാഗം കയറ്റി വെക്കുക. രണ്ട് ഭാഗത്തിൻ്റെ ലൈനിങ് ഒരു പോണ വരണം കേട്ടോ. അങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒരു ടോപ്പ് സ്റ്റിച്ച് അവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് ഞാൻ ഇത് വെക്കും, മുത്ത് വെക്കുമ്പം അത് കഴിച്ചിടും. പിന്നെ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ടാണല്ലോ മെയിൻ ക്ലോത്ത് വെട്ടീനി, അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി വെട്ടി ഒക്കെ ബാക്കിൽ വെച്ച് കോട്ടൻ്റെ ലൈനിങ്ങിന് പാകമാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം കോട്ടൻ്റെ ലൈനിങ്ങാണ് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്ലീവാണ് കേട്ടോ വെക്കണത്. സ്ലീവ് ആ പാറ്റേണിന് കണക്കാക്കിയിട്ട് ആദ്യം ക്രേപ്പിൻ്റെ തുണി നന്നായിട്ട് ഞൊറിവിട്ടെടുക്കുക കേട്ടോ. അതേപോലെ അതിൻ്റെ താഴ്ഭാഗവും നെറുഭാഗവും നന്നായിട്ട് ഞൊറിവിട്ടെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് എളുപ്പമായി ആ പേപ്പറിന്മേൽ വെച്ച് അടിക്കലാണ്. അതിൻ്റെ വീഡിയോ, ഇതിൻ്റെ സ്ലീവിൻ്റെ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ഇത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോ കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സ്ലീവ് ആദ്യം ക്രേപ്പ് ഞെറിവിട്ടെടുത്ത് പിന്നെ മെയിൻ ക്ലോത്ത് ഞെറിവിട്ടെടുത്ത് അതിന് ശേഷം ലൈനിങ് ഞെറിവിട്ടെടുത്ത ശേഷം ഇതിനെ തിരിച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ഭാഗത്തുനിന്ന് ചീത്ത ഭാഗത്തേക്ക് വെച്ചിട്ട് ആദ്യം അടിഭാഗമാണ് ലൈനിങ് വെച്ച് അടിച്ചത്. എന്നിട്ട് പിന്നെ അത് ഉള്ളിലോട്ട് മടക്കിയിട്ട് നല്ല ഭാഗത്തേക്ക് അടിച്ച് പിന്നെ മെയിൻ ക്ലോത്തുമ്മേൽ ആം ഹോള് കൈക്കുയി ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണുന്ന പോലെ അപ്പം നല്ല പഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ ചെയ്യണത്. ഇത് നല്ല രീതിക്ക് തന്നെ കൈ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ കൈയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സിബ് വെച്ച വീഡിയോ ആണ് ഇത്. സിബ് സാധാ വെക്കണ പോലെ തന്നെ സിബിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതും ഇതിൽ കൊടുക്കട്ടോ. പിന്നെ ഇതുപോലെ ഞെറിവിട്ടെടുക്കുക. കാരണം ഇത് ഞെറിവിട്ടെടുക്കാൻ മാത്രം തുണി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഡബിൾ അമ്പർലയിലാണിത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഞെറിവിട്ട് എടുക്കുക. അതേപോലെ ലൈനിങ്ങും ക്രേപ്പിൻ്റെ ലൈനിങ്ങും ഒക്കെ ഇട്ടെടുക്കുക. എന്നിട്ട് പിന്നെ ഈ ലൈനിങ് പിന്നെ ഇതിൽ ലേസ് അടിച്ചെടുക്കുക കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് ഈ ലേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ മുത്തൊന്നും പെടാതെ. അതിന് ശേഷം നല്ല ഭാഗത്തേക്ക് വെച്ചിട്ടാണ് കൂട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ കാണിക്കണ പോലെ ആ ടൈയും അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ. ആ നല്ല ഭാഗത്തേക്ക് വെച്ച് കൂട്ടിയ ശേഷം നമ്മൾ മറച്ചിട്ടിട്ട് പിന്നെ സാധാ അടിക്കണ പോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ പോയി, പിന്നെ 1/4 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിൽ ബാക്കി 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പിന്നെ മറച്ചിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാ അറിയോ, തയ്യൽ തുമ്പ് ഉള്ളിൽ പോയി, കുട്ടികൾക്കത് കുത്തൂല, ഓവർലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ഞെറിവിട്ട് നമ്മൾ ഫുള്ള് തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ട് റൗണ്ടിലടിച്ച് ക്രേപ്പും 2 മെയിൻ മെറ്റീരിയൽ 2 തുണിയുള്ളത് അത് രണ്ടും നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ റൗണ്ടിന് കണക്കാക്കിയിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്ത് ഇനി ആ റൗണ്ടുമ്മക്കത് നമ്മൾ ഏച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ബോഡി പാർട്ടുമ്മക്ക് സ്കേർട്ട് പാർട്ട് യോജിപ്പിച്ചെടുക്കണം. അതാണ് കേട്ടോ ഞാൻ അടുത്ത് ചെയ്യണം. ഇതിൽ കാണിക്കണ പോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. നല്ല വശം വെച്ചിട്ട് ഉൾഭാഗത്തുനിന്ന് ഒരു ഭാഗം പിടിച്ച് ആദ്യം പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ റൗണ്ട് ചെയ്ത് ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇപ്പോൾ തയ്യൽ തുമ്പ് പുറത്ത് കാണുന്നുണ്ട്. ഇനി അത് കാണാതെക്കാൻ വേണ്ടിയിട്ട് കോട്ടൻ്റെ ലൈനിങ് ഉൾഭാഗത്തുനിന്ന്, അതായത് നേരെ ഉള്ളിൽ ഇത് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മൾ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് അവിടുന്ന് കോട്ടൻ്റെ ലൈനിങ് റൗണ്ട് ചെയ്ത് അടിച്ച് വരുമ്പം ഈ കോട്ടൻ്റെ ലൈനിങ് ആവും പുറം ഭാഗത്തേക്ക് കാണുന്നത്. അപ്പം പിന്നെ തയ്യൽ തുമ്പ് ഉള്ളിൽ പോയി. പിന്നെ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഫുള്ളി പഞ്ചിങ് ബീഡ്സ് വെച്ചിട്ട് വലിയ വൈറ്റ് ബീഡ് വെച്ചിട്ട് ഒരു
ഭാഗം റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ആദ്യം. എന്നിട്ട് പിന്നെ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അതേപോലെ ചെറിയ വൈറ്റ് ബീഡ് വെച്ചിട്ട് വേറൊരു റൗണ്ടും കൂടി ഞാൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ അത് ഫുള്ള് ഫില്ല് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ബീഡും ചെറിയ ബീഡും വെച്ചിട്ട് ഈ 2 റൗണ്ടിൻ്റെ ഉള്ളും നെക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഉള്ളിൽ ഫുള്ള് വലിയ മുത്തും ചെറിയ മുത്തും ഇട കലർത്തിയിട്ട് ഫുള്ളായിട്ട് പഞ്ചിങ് ബീഡ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫിനിഷിങ് ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ബോഡിയിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഓരോരോ പഞ്ചിങ് ബീഡ്സ് ചെറിയ ബീഡ്സ് സെപ്പറേറ്റ് ഫുള്ള് തിക്കായിട്ട് ഇട്ടിട്ടില്ല, ഒരു 4-5 ബീഡ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഈ ബീഡ്സ് വെക്കണത് ചെയ്തത്. ഇതിൽ കാണുന്ന പോലെയാണ് കേട്ടോ ആ ബീഡ് വെച്ചിട്ടുള്ളത്. നെറൂല് ഒരു വരി വലുതും ഒരു വരി ചെറിയാണ് ചെയ്തത്. ഫുള്ള് പോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൽ ഇതിട്ട കുട്ടി കസ്റ്റമറെ ഫോട്ടോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.